എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ പെട്ടെന്നൊരു മന്തി ഉണ്ടാക്കാമെന്നുള്ളതാണ്. ആദ്യം തന്നെ നല്ലപോലെ വാഷ് ചെയ്ത ചിക്കൻ അതൊരു ഫോർക്ക് വെച്ചൊന്ന് കുത്തിയെടുക്കുക. അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും ഒരു സ്പൂണ് ജീരകവും 2 ചിക്കൻ ക്യൂബും കൂടി ആഡ് ചെയ്യുക. കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും, പിന്നീട് എന്തെങ്കിലും സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക. ഇത് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് ഒരു ½ ആൻ അവർ വയ്ക്കുക. പിന്നീട് സെല്ല റൈസ് എടുക്കുക. വെള്ളം ചൂടായി വരുന്ന സമയത്ത് തന്നെ അതിലേക്ക് ഒരു 4 ഗ്രാമ്പു, 3 ഏലക്ക, ഒരു സ്റ്റാർ അണിയൻസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് എണ്ണ. പിന്നീട് ഉണക്ക നാരങ്ങ ഉണ്ടെങ്കിൽ അതിടാം, പക്ഷെ നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് പച്ച നാരങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ സെല്ല റൈസും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്യുക. സെല്ല റൈസ് ഒരു ½ ആൻ അവർ കൂത്ത് വെച്ചാൽ അത്രയും നല്ലത്. ചിക്കൻ നമ്മളൊരു 10 മിനിറ്റ്സ് കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ ഓവർ കുക്ക് ആകാനും പാടില്ല, പക്ഷെ ഒരു 70% വരെ കുക്കാവുകയും വേണം. സോ വൺസ് നമ്മുടെ റൈസ് ഓൾമോസ്റ്റ് സെറ്റ് ആയതിനു ശേഷം ഒരു 80% കംപ്ലീറ്റ് ആയതിനു ശേഷം അത് ഡ്രെയിൻ ചെയ്യുക. അത് നേരെ എന്നിട്ട് നമ്മുടെ ഈ ചിക്കനിലോട്ട് ആഡ് ചെയ്യുക. സോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പെപ്പർ കോൺസും കൂടി ആഡ് ചെയ്തായിരുന്നു ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടി. പിന്നീട് ഒരു 4-5 പച്ചമുളകും കൂടി കുത്തിവെക്കുക. പിന്നെ ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടി ചെറിയൊരു കൽക്കരി, അതിനകത്തോട്ട് ഒരു സ്വല്പം എണ്ണയും കൂടി ഒഴിക്കുക. ഒരു ഫോയിൽ വെച്ച് കവർ ചെയ്ത് ഒരു 10 to 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുകയാണെങ്കിൽ അസലായിട്ടുള്ള ഒരു ചിക്കൻ മന്തി റെഡി ആവുന്നതാണ്. സ്പൈസിനെസ് വളരെ കുറവാണ്, പക്ഷേ ടേസ്റ്റ് വെച്ച് ഇത് അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു തക്കാളി ചട്നിയുടെ ഒരു റെസിപ്പി അത് ഓൾറെഡി നമ്മുടെ വേറൊരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേഴ്സണലി പറയുകയാണെങ്കിൽ ഇത് ഈസി ആൻഡ് ഡെലീഷ്യസ് ആണ്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇങ്ങനെയുള്ള ഇത് തന്നെ നമുക്ക് ചിക്കൻ അല്ലാതെ മട്ടൻ വെച്ച് ചെയ്യാം, ബീഫ് വെച്ച് ചെയ്യാം, അങ്ങനെ പല രീതിയിലും ചെയ്യാവുന്നതാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.